ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ ബ്രോക്കറുടെ ചാർട്ട് 10 മണിക്ക് ശേഷം അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് സാധാരണ കാണിക്കാറുള്ള ചാർട്ടിൽ കാണിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് നമുക്ക് ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ടിൽ പോയി ഇന്നത്തെ ട്രേഡ്, നാളത്തെ ട്രേഡ് എന്നിവ അനലൈസ് ചെയ്യാം. NSEയിൽ ഇന്ന് രാവിലെ ഉണ്ടായ പ്രശ്നം ട്രേഡേഴ്സിനെ, എസ്പെഷ്യലി ഓപ്ഷൻ ട്രേഡേഴ്സിനെ നല്ല രീതിയിൽ പ്രോബ്ലത്തിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമല്ല. കാരണം നിങ്ങൾ നോക്കുക, രാവിലത്തെ ട്രേഡിംഗ് ഹാൾട്ടിന് ശേഷം 3:30 കൂടി സ്റ്റാർട്ട് ചെയ്ത ആ സമയം തന്നെ ഉണ്ടായ ഈ വലിയ ഒരു ക്യാൻഡിൽ നിങ്ങൾ നോക്കുക. മിക്കവാറും ലോങ് പൊസിഷനിലായിരുന്ന എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ് ഈ ഒരൊറ്റ ക്യാൻഡിൽ തന്നെ ഹിറ്റാക്കിയിട്ടുണ്ടാവാം. അതേപോലെ തന്നെ ഈ ക്യാൻഡിൽ കണ്ടിട്ട് ഷോർട്ട് പൊസിഷൻ ക്രിയേറ്റ് ചെയ്ത മിക്കവാറും എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ് തുടർന്നുള്ള ക്യാൻഡിൽസും ഹിറ്റാക്കിയിട്ടുണ്ടാവാം. 14,677-നും 15,017-നും ഇടയിൽ കൂടുതലായി ട്രേഡ് നടക്കാനാണ് ചാൻസ് എന്ന് നിഫ്റ്റിയുടെ ട്രേഡിംഗ് അനാലിസിസ് വീഡിയോയിൽ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഇന്ന് ഇത്രയധികം വൈൽഡ് മൂവ്മെന്റ് നടന്നിട്ടും നമ്മുടെ അപ്പർ റെസിസ്റ്റന്റ് സോണും ലോവർ റെസിസ്റ്റന്റ് സോണും നല്ല രീതിയിൽ നിഫ്റ്റി റെസ്പെക്ട് ചെയ്തു. ട്രേഡേഴ്സ് എന്ന നിലയ്ക്ക് ഇന്നത്തെ രീതിയിലുള്ള ഒരു ട്രേഡിംഗ് ഡേ ആണെങ്കിൽ ട്രേഡിംഗിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലത്. ട്രേഡിംഗ് നിർത്തിവെച്ച് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഇത്തരത്തിലുള്ള തകരാറുകൾ വീണ്ടും ആവർത്തിച്ചു കൂടായികയില്ല. അതേപോലെ തന്നെ നിലവിൽ പൊസിഷൻ കയ്യിലിരിക്കുന്ന ട്രേഡേഴ്സ് അത് തുടക്കത്തിൽ തന്നെ സ്വിച്ച് ഓഫ് ചെയ്യുന്നതിന് ശ്രമിക്കുന്നതായിരിക്കും. അത് ഹ്യൂജ് വോളറ്റാലിറ്റിക്ക് കാരണമാവുകയും ചെയ്യും. ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ഇത്തരം ദിവസങ്ങളിൽ ട്രേഡിംഗ് ഒഴിവാക്കുന്നതാണ് കൂടുതൽ നല്ലത്. നിഫ്റ്റിക്ക് 14,636, 14,821 നല്ല രീതിയിലുള്ള സപ്പോർട്ട് സോണുകളായിട്ടും 15,116, 228 നല്ല രീതിയിലുള്ള റെസിസ്റ്റൻ്റ് ആയിട്ടും വർക്ക് ചെയ്യുന്നതിനുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട്. നിഫ്റ്റിക്ക് ഡൗൺ സൈഡ് നല്ല രീതിയിലുള്ള സപ്പോർട്ടുകൾ ക്രിയേഷനായി വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നിഫ്റ്റി ഒരു ഡൗൺ മൂവ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ താഴെയുള്ള സ്ട്രൈക്ക് പ്രൈസുകളിൽ ഇപ്പോൾ അക്യുമുലേഷൻ വന്നിരിക്കുന്ന ഓപ്പൺ ഇൻട്രസ്റ്റ് എല്ലാം അൺവൈൻഡ് ആവാനും അതുവഴി കൂടുതൽ വേഗതയിലേക്ക് നിഫ്റ്റി താഴേക്ക് പോകാനുമുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇന്നത്തെ ട്രേഡിൽ തന്നെ നല്ല രീതിയിലുള്ള ഓപ്ഷൻ റോൾ ഓവർ നിഫ്റ്റിയിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളത്തെ ട്രേഡ് പ്ലാൻ ചെയ്യുമ്പോൾ നാളെ എക്സ്പയറി ഡേ കൂടി ആയതുകൊണ്ട് കഴിഞ്ഞ വീക്കിൽ കണ്ട പോലെയുള്ള നീണ്ടു നിൽക്കുന്ന ഒരു കൺസോൾട്ടേഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഏതായാലും ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിൽ ചെറിയൊരു അക്യുമുലേഷൻ പ്രതീക്ഷിക്കാം. ആ അക്യുമുലേഷന് ശേഷം ഏത് ഡയറക്ഷനിലേക്കാണോ നിഫ്റ്റി മൂവ് ചെയ്യുന്നത് എന്നനുസരിച്ചിട്ട് ഇന്നത്തെ ക്ലോസിംഗ് റേഞ്ച് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യാവുന്നതാണ്. മുകളിലേക്കാണെങ്കിൽ നമുക്ക് ഒരു കോൾ ഓപ്ഷനും താഴേക്കാണെങ്കിൽ ഒരു പുട്ട് ഓപ്ഷനും ബൈ ചെയ്യാം. നിഫ്റ്റിയിലെ ട്രെൻഡ് കുറച്ച് ബെയറിഷ് തന്നെയാണ്. ഗ്ലോബലി ബെയറിഷ് സെനാരിയോ ആണ് എല്ലാ മാർക്കറ്റിലും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഊന്നൽ കൊടുക്കേണ്ടത് ബെയറിഷ് ട്രെൻഡിന് തന്നെയാണ്. എങ്കിലും മുകളിലേക്കാണ് ഒരു മൂവ്മെൻറ്റ് വരുന്നതെങ്കിൽ അത് 15,116-നും 15,228-നും എത്താവുന്ന ഒരു നീക്കമായി മാറും. അതായിരിക്കും നമ്മുടെ ടാർഗറ്റായി വരിക. അതേപോലെ തന്നെ താഴേക്ക് നമ്മളുടെ ടാർഗറ്റുകൾ 14,821-നും 636-ഉമായിരിക്കും. നിഫ്റ്റിയിൽ ഒരു ഗ്യാപ്പ് ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിൽ ഒരുപക്ഷെ ചെറിയൊരു റിട്രേസ്മെൻറ്റിന് ശേഷം വീണ്ടും മുകളിലേക്ക് തന്നെ പോകുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഗ്യാപ്പ് ഓപ്പണിംഗ് ഒരുപക്ഷെ സ്ട്രെയിറ്റ് ആയിട്ട് ഈ സോണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, അവിടെ നമ്മൾ ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യരുത്, വെയിറ്റ് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുന്നു 15,116, 20 സോണുകളെ കട്ട് ചെയ്തുകൊണ്ട്, ഈ ഭാഗത്തിനെ കട്ട് ചെയ്തുകൊണ്ട് താഴേക്ക് വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു പുട്ട് ഓപ്ഷൻ ബൈങ് ഇനീഷ്യേറ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് ഇന്നത്തെ ക്ലോസിംഗ് റേഞ്ച് ആയിരിക്കാം. പക്ഷേ അത് ബ്രീച്ച് ആവാനും 14,821-അടുത്തേക്ക് ആ മൂവ്മെൻറ്റ് എത്താനും ചാൻസ് ഉണ്ട്. ഈ ട്രേഡ് നല്ല രീതിയിൽ നമുക്കൊരു പ്രോഫിറ്റ് തരുന്ന ട്രേഡായി മാറുന്നതിന് ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ റിട്രേസ്മെൻറ്റിന് ശേഷം വീണ്ടും താഴേക്ക് പോകുന്നതിന് തന്നെയാണ് സാധ്യത കൂടുതൽ. കാരണം ഈ സോണുകളെല്ലാം തന്നെ നല്ല രീതിയിൽ റെസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഒരുപക്ഷെ മൈൽഡ് ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ അതൊരു സൈഡ് വേസ് മൂവ്മെൻറ്റിനും തുടർന്ന് ഡൗൺവേർഡ് മൂവ്മെൻറ്റിനും കാരണമായേക്കുന്നതാണ്. ഇന്നലെ ബാങ്ക് നിഫ്റ്റിയിൽ 37,756-നും 35,674-നും ഇടയിൽ കൂടുതലായി ട്രേഡ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയാണ് പറഞ്ഞത്. അതേപോലെ തന്നെ 35,674 ക്രോസ് ചെയ്തുകൊണ്ട് ഒരു മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് 36,000-അടുത്തേക്ക് എത്തുന്നതായിരിക്കും എന്നും ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഇന്ന് ട്രേഡിംഗ് നിർത്തിവെക്കുന്ന സമയം വരെ നമ്മൾ പറഞ്ഞിരുന്ന റേഞ്ച് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് നടന്നിരുന്നത്. അതിനുശേഷം കണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിനിൽ കോൾ ഓപ്ഷൻസ് നല്ല രീതിയിൽ എല്ലാ സ്ട്രൈക്ക് പ്രൈസുകളിലും അൺവൈൻഡിങ് നടത്തുന്നതായിട്ടാണ്. അതിൻ്റെ ഫലമായിട്ട് ഹ്യൂജ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റാണ് ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് നമ്മൾ കണ്ടത്. ബാങ്ക് നിഫ്റ്റി അതിൻ്റെ ലോ കാണിച്ചിരിക്കുന്ന പോയിന്റിൽ നിന്ന്, അതായത് 34,900 അടുത്ത് നിന്ന് അത് ഏകദേശം 36,650 വരെയാണ് കയറിപ്പോയത്.
ബാങ്ക് നിഫ്റ്റിയിൽ 37,517, 36,062 സോണുകൾ നല്ല രീതിയിലുള്ള സപ്പോർട്ടായിട്ടും 36,931, 37,333 നല്ല രീതിയിലുള്ള റെസിസ്റ്റൻ്റ് ആയിട്ടും വർക്ക് ചെയ്യുന്നതിനുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ നാളെ ഒരു ഫ്ലാറ്റിഷ് ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിൽ ഇന്നത്തെ ക്ലോസിംഗ് റേഞ്ച് നിങ്ങൾ നോക്കി വയ്ക്കുക. ക്ലോസിംഗ് റേഞ്ച് വിട്ടിട്ടുള്ള ഒരു ട്രേഡ് മാത്രമേ നിങ്ങൾ എടുക്കാവൂ. അത് മുകളിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് കോൾ ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. അതേപോലെ തന്നെ താഴേക്കാണ് പോകുന്നതെങ്കിൽ അതൊരു പുട്ട് ബൈയിങ് ഓപ്പർച്യൂണിറ്റിയുമാണ്. മുകളിലേക്ക് നമ്മളുടെ ആദ്യത്തെ ടാർഗറ്റ് 36,931 ആയിരിക്കും. ഈ റേഞ്ച് മിക്കവാറും നല്ല രീതിയിൽ തന്നെ റെസ്പെക്റ്റ് ചെയ്യാനാണ് ചാൻസ്. പക്ഷേ താഴെയുള്ള 36,062 ഒരു പക്ഷേ ബ്രീച്ച് ആവാനും ചാൻസ് കൂടുതലാണ്. ഇനി ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിൽ 36,931 ഒരു റെസിസ്റ്റൻറ്റ് ലെവലായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അവിടെ നിന്ന് താഴേക്ക് ഒരു റിജക്ഷൻ വന്നാൽ പിവറ്റ് പോയിന്റിൻ്റെ സഹായത്തോടു കൂടി ഒരു പുട്ട് ഓപ്ഷൻ ബൈയിങ് എടുക്കുക. അത് ഇമ്മീഡിയറ്റ് ടാർഗറ്റ് 36,538 റേഞ്ച് ആണെങ്കിലും അത് ബ്രീച്ച് ആവാനും 36,000 ആ ട്രേഡ് എത്തുന്നതിനുള്ള ചാൻസ് ഉണ്ട്. ഒരുപക്ഷെ 36,200 റേഞ്ചുകളിൽ ആ ട്രേഡ് അവസാനിച്ചേക്കാം. എങ്കിലും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ആ ട്രേഡ് ഉണ്ടാക്കി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് നാളെ ബാങ്ക് നിഫ്റ്റിയിൽ വരുന്നതെങ്കിൽ 36,062 ബ്രീച്ചായി പോകുന്നുണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ ഇതൊരു സപ്പോർട്ടായി എടുത്തിട്ട് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്കവിടെ കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. നമ്മുടെ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് ഇന്നത്തെ ക്ലോസിംഗ് റേഞ്ച് തന്നെയായിരിക്കും. ഒരുപക്ഷെ അതൊരു നല്ല റെസിസ്റ്റൻ്റായി ആക്ട് ചെയ്തുകൊണ്ട് ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റിന് ബാങ്ക് നിഫ്റ്റി ശ്രമിച്ചേക്കാം. അത് ബ്രീച്ചായി കിട്ടിയാൽ നമുക്ക് അതിന് മുകളിലേക്ക്, അതായത് 36,931 ആ മൂവ്മെൻറ്റ് എത്തിച്ചേരുന്നതാണ്. ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിന് ശേഷം 36,062 ബ്രീച്ച് ചെയ്ത് പോകുന്നെങ്കിൽ അത് നല്ല രീതിയിൽ സെല്ലിംഗ് പ്രഷർ ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടാക്കും. 35,517 ഒരു മൂവ്മെൻറ്റ് അത് നടത്തിയേക്കാൻ പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലെവൽ ഒന്ന് മെമ്മറിയിൽ വെക്കുക. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യുന്നതിനുള്ള സമയമായി. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി അമർത്തുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നാളെ വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക്